ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്നൊരു എ സി ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഈ എ സി വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 5 വർഷം അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാസം തോറും സ്വന്തമായിട്ട് നമ്മൾ ഈ ബോഡിയൊക്കെ അയച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അതുകൂടാതെ 6 മാസം കൂടുമ്പോൾ നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് പറഞ്ഞ് അവിടെ നിന്ന് അവർ വന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം 1 വർഷം അടുപ്പിച്ചായിട്ടുണ്ട് എ സി ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അവർ വന്ന് ആദ്യം കണ്ടില്ലേ, ആദ്യം കണ്ടത് അവർ വന്ന് നോക്കിയതിന് ശേഷം ഇതിൽ നമ്മൾ വാട്ടർ സർവീസ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം എല്ലാ വർഷവും വർഷം തോറും വാട്ടർ സർവീസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ ഈ രാത്രി ഈ എ സി ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ എയർ ആണല്ലോ നമ്മൾ ശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ ശ്വാസത്തിൻ്റെ വിലയൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ആ കൊറോണ സമയത്തൊക്കെ മനസ്സിലാക്കിയതാണല്ലേ, ഓക്സിജൻ്റെ ആ ഒരു ഇതൊക്കെ. അപ്പം നമുക്കിപ്പോൾ എനിക്ക് ശ്വാസം മുട്ടലിൻ്റെയൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പൊടിയുടെ ഡസ്റ്റ് അലർജി നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എ സി ക്ലീനിങ് ഒക്കെ ഞങ്ങൾ 6 മാസം കൂടുമ്പോഴും പിന്നെ മാസം തോറും നമ്മൾ സ്വന്തമായിട്ടും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം വർഷം തോറും നമ്മളിങ്ങനെ വിളിച്ച് വാട്ടർ സർവീസാണ് ചെയ്യാറ്. അങ്ങനെ ഇപ്പോൾ ഒരു വാട്ടർ സർവീസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ ഫുള്ളായിട്ട് അതിനെ അഴിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഔട്ട്ഡോർ പുറകിലാണ് കേട്ടോ. അപ്പോൾ അതും അവരെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം അവർ അഴിച്ചെടുത്ത് പുറത്ത് കൊണ്ടുപോയി നല്ലോണം എന്താണ് ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി അവരതിലൊരു പമ്പൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കൊണ്ടുവന്ന് അടിച്ച് അവർ പൊടിയും അഴുക്കും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നീറ്റാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് എ സി ഉപയോഗിക്കുന്നവർ മസ്റ്റായിട്ടും എല്ലാ വർഷവും ഒരു വാട്ടർ സർവീസ് ചെയ്തിരിക്കണം കേട്ടോ. അത് നല്ലതാണ് കേട്ടോ. കാരണം വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ ഈ ശ്വാസം മുട്ടലൊക്കെ ഉള്ളവർ ഉറപ്പായിട്ടും എന്താണ് ഇത് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. ഇവർ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ജസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയതിന് ശേഷം അവർ ഇതായ ഒരു കെമിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് അതിൽ നല്ലോണം അവർ ആ ഒരു അഴുക്കൊക്കെ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അതിനെ നല്ലോണം കഴുകി കണ്ടോ, ആ തറയിൽ ആ കറുപ്പ് കളറിൽ കാണുന്നില്ലേ, അതാണ് കേട്ടോ ഇതിനകത്തുള്ള പൊടിയാണ്. അത്രയും അതിനകത്തുള്ള പൊടിയാണ്. അപ്പം ഏകദേശം 1 വർഷം അടുപ്പിച്ചായിട്ടുണ്ട് ഇപ്പം നമ്മൾ വാട്ടർ സർവീസ് ചെയ്തിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം എന്തായാലും വാട്ടർ സർവീസ് വേണമെന്ന് കരുതി ഞങ്ങൾ വിളിച്ച് ചെയ്യിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോൾ തന്നെ അവർ ഉടനെ അവർ എന്ത് ചെയ്യാണ്, 1-2 ദിവസം ഒന്നുകിൽ ആ ദിവസം തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ അവർ ഉടനെ ആളെ വിടും കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് LGയുടെ ഡ്യുവൽ ഇൻവെർട്ടർ എ സി ആണ് കേട്ടോ. അപ്പോൾ ഇത് വർഷം തോറും നമ്മൾ വാട്ടർ സർവീസ് ചെയ്യണം. കൂടാതെ 6 മാസം കൂടുമ്പം അല്ലാതെ നമ്മൾ നോർമൽ സർവീസും ചെയ്യണം കേട്ടോ. നോർമൽ ഇതും ചെയ്യണം. അതുകൂടാതെ മാസം തോറും നമ്മൾ അത്യാവശ്യം ഒരാൾക്ക് അഴിച്ച് പുറം ബോഡിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് എ സി ക്ലീൻ ചെയ്യുന്നതിൻ്റെയൊക്കെ. അപ്പം അത്യാവശ്യം നമുക്ക് പുറം ബോഡിയൊക്കെ അത്യാവശ്യം എല്ലാ മാസവും നമുക്ക് അഴിച്ചെടുത്തൊന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ 6 മാസം കൂടുമ്പോൾ അവരെ വിളിച്ച് എന്താണ് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യുകയും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ വാട്ടർ സർവീസ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ അവരെ വിളിച്ച് ചെയ്യുന്ന സമയത്ത് അവർ തന്നെ ഇതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. ഇത്ര എമൗണ്ടാണ് ഇതിൽ കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ കൊടുത്താൽ മതി. അത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വാട്ടർ സർവീസ് ചെയ്തെടുക്കാം കേട്ടോ. അവർ നല്ലോണം അത് ക്ലീൻ ചെയ്തിറക്കുന്നുണ്ട്. അവരൊരു കെമിക്കൽ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുള്ള അഴുക്കെല്ലാം ഇങ്ങനെ പതഞ്ഞിറങ്ങും കേട്ടോ. അപ്പോൾ പതഞ്ഞിറങ്ങി അതിനുശേഷം അവരേലുള്ള ആ പമ്പ് ഉപയോഗിച്ച് അവരിങ്ങനെ അടിച്ച് കളയുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ക്ലീൻ ആകും കേട്ടോ. ഇതിന് ശേഷം എ സി ഉപയോഗിക്കുമ്പോൾ നല്ല നല്ല കൂളിംഗ് ആണ് കേട്ടോ. നല്ല കൂളിംഗ് തന്നെ ഉണ്ടാകും. നമ്മൾ എ സി എന്താണ് ഒരുപാട് ഇതിൽ അഴുക്കൊക്കെ കയറി പൊടിയൊക്കെ കയറി അടയുന്ന സമയത്ത് എ സി ഇടുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഒരു സൗണ്ട് ഉണ്ടാവും, ഭയങ്കരമായിട്ടുള്ളൊരു കടകട എന്നുള്ളൊരു സൗണ്ടും ഒരു ഭയങ്കര എ സി കൂളിംഗ് ഒക്കെ നല്ല കുറവായിരിക്കും കേട്ടോ. കൂളിംഗ് ഒക്കെ നല്ല കുറവാകുന്ന സമയത്ത് നമ്മൾ ഉറപ്പിച്ചോണം അതിൽ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉറപ്പിച്ചോണം. അത് കേൾക്കാനിരിക്കേണ്ട അതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നല്ലോണം ക്ലീൻ ചെയ്യണം കേട്ടോ. വർഷത്തിൽ ഒരിക്കൽ വാട്ടർ സർവീസ് ഉറപ്പായും ചെയ്യണം. അതുകൂടാതെ തന്നെ അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, 6 മാസം കൂടുമ്പോൾ നോർമൽ സർവീസും മാസത്തിലൊരിക്കൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്യാനൊക്കെ പറ്റും. പുറം ബോഡിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് അത്യാവശ്യമൊക്കെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോസ് ഒരുപാട് യൂട്യൂബിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നമുക്ക് അത്യാവശ്യമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് തോന്നി, കാരണം നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും ഇത് ചെയ്യണമെന്നുള്ളത് അവർ ഉറപ്പായിട്ടും പറയുന്നുണ്ട് കേട്ടോ. വാട്ടർ സർവീസ് വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യണമെന്ന്. കാരണം ഈ ശ്വാസം മുട്ടൽ പറഞ്ഞല്ലോ, ശ്വാസം മുട്ടലൊക്കെ ഉള്ളവർ ഉറപ്പായിട്ടും ക്ലീൻ ചെയ്യണം കേട്ടോ. നമ്മൾ എ സി ഒക്കെ അധികം ഉപയോഗിക്കരുതെന്നൊക്കെയാണ് നമ്മൾ ഡോക്ടർമാരെ കാണുമ്പം ശ്വാസം മുട്ടലുള്ളവർ എ സി ഒന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അവർ പറയുന്നുണ്ട്. എന്നാലും നമുക്കറിയാമല്ലോ, വീട്ടിലേക്ക് ചൂടും ടെറസൊക്കെ ആകുമ്പോൾ അത്രയും ചൂടും കാര്യങ്ങളാണ് കേട്ടോ. നമ്മളിവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ചൂടിൻ്റെ ഒരു നിവൃത്തിയില്ലായ്മ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ എ സി ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഡോക്ടർമാരും പറയുന്നുണ്ട്, എന്താണ് നല്ലോണം ക്ലീൻ ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട്.
പൊടിയൊന്നും ഇല്ലാതെ ക്ലീൻ ചെയ്ത് ഉപയോഗിച്ചാൽ വേറെ പ്രശ്നമില്ലെന്ന് അവർ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്തായാലും മസ്റ്റായിട്ട് നമ്മളിത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി തന്നെ ഉപയോഗിക്കണം കേട്ടോ. അപ്പം അവരിതാ നല്ലോണം ക്ലീൻ ചെയ്ത് റെഡിയാക്കി നമ്മളെന്താണ് പുതിയ AC പോലെ ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതിപ്പോൾ ഇടുമ്പോഴത്തേക്ക് നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ. ഇതാ ഇതിൻ്റെ ഈ ഫിൽറ്ററാണ്. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെയിലി വേണമെങ്കിൽ അതെടുത്തൊന്ന് നമുക്ക് ആ പൊടിയൊക്കെ അടിച്ച് കളയാവുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, AC ഉപയോഗിക്കുന്നവർ മാസം തോറും അത് ക്ലീൻ ചെയ്യുക. അതുകൂടാതെ തന്നെ 6 മാസം കൂടുമ്പോൾ നോർമൽ സർവീസും വർഷത്തിലൊരിക്കൽ വാട്ടർ സർവീസും ചെയ്യണം കേട്ടോ. അപ്പം ഉറപ്പായിട്ടും ഇത് ചെയ്തിരിക്കുന്നത് അത്രയും പൊടിയും അഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ രാത്രി ഇത്രയും ശ്വസിച്ച് കയറ്റുന്നതെന്ന് ഓർത്തോണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മസ്റ്റായിട്ടും ക്ലീൻ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ശ്വാസം മുട്ടലുള്ളവർക്ക് ഡോക്ടർ പറയുന്നത് ഉറപ്പായിട്ടും AC നല്ലോണം ക്ലീൻ ചെയ്ത് ഉപയോഗിക്കണം എന്നാണ് ഡോക്ടർമാരും പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ടും നിങ്ങളത് ക്ലീൻ ചെയ്തതിന് ഉപയോഗിക്കണം കേട്ടോ. അപ്പം ജസ്റ്റ് നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇട്ടതേ ഉള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. താങ്ക്